പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രം തന്ത്രി ഉണ്ണി ദാമോദരനെതിരായ പീഡനക്കേസ് വ്യാജമെന്ന് കണ്ടെത്തൽ. പീഡന പരാതിക്ക് പിന്നിൽ ഹണി ട്രാപ്പ് ആണെന്ന് കർണാടക പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. കേസിലെ പരാതിക്കാരി രത്നയുൾപ്പെടെ 5 പേരെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു. ജൂൺ മാസത്തിലാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രം തന്ത്രി ഉണ്ണി ദാമോദരനെയും മരുമകൻ അരുണിനെയും പ്രതിയാക്കി കർണാടക പോലീസ് കേസെടുത്തത്. ബംഗളൂരു ബാസനവാടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ അന്വേഷണത്തിലാണ് പരാതിക്കാരിയെ രത്ന തന്നെ പ്രതിയായത്. കേസ് അന്വേഷിച്ച ബാനസവാടി പോലീസാണ് പരാതിയുമായി ബന്ധപ്പെട്ട് കോടികളുടെ പണമിടപാട് നടന്നുവെന്ന് കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. കേസിന്റെ ചാർജ് ഷീറ്റ് പോലീസ് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ അന്നത്തെ FIRൽ പറയുന്ന സെക്ഷൻസുകളെല്ലാം ഒഴിവായിരിക്കുകയാണ്. ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നോ റേപ്പ് വാസ് കണ്ടക്ടഡ് എന്ന്. രണ്ടാം പ്രതിയായ ഉണ്ണി ദാമോദരനുള്ള ക്ലീൻ ഷീറ്റ് ഇന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പെരിങ്ങോട്ടുകരയിൽ ദേവസ്ഥാനത്തെ മുറിയിൽ വെച്ച് അരുൺ ബലാത്സംഗം ചെയ്തെന്നായിരുന്നു രത്നയുടെ പരാതി. തുടർന്ന് കർണാടക പോലീസ് അരുണിനെ അറസ്റ്റ് ചെയ്തു. കേസിൽ നിന്ന് ഒഴിവാക്കാൻ 2 കോടി രൂപ പോലീസ് ആവശ്യപ്പെട്ടതോടെ തന്ത്രിയുടെ കുടുംബം കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയ്ക്ക് പരാതി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത്. ഹോം മിനിസ്റ്റർക്ക് ജി പരമേശ്വരൻ സാറിന് പരാതി നൽകുകയും അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും അതേ തുടർന്ന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ മാറ്റുകയും അന്വേഷണം നല്ല രീതിയിൽ നടക്കുകയും ചെയ്തു. ബംഗളൂരുവിൽ മസാജ് പാർലർ നടത്തുന്ന രത്ന, ഇവരുടെ സഹായി മോണിക്ക, പാലക്കാട് സ്വദേശി ശരത് മേനോൻ, സഹായി സജിത് ആലം എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്ത്രി ഉണ്ണി ദാമോദരന്റെ സഹോദരപുത്രൻ KV പ്രവീണിനെ പോലീസ് 1-ാം പ്രതിയാക്കിയിട്ടുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.